ഈ CPM-ന്റെ അടുത്ത ജനറൽ സെക്രട്ടറി സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു മറുപടിയായി കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. ബൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി ആകുമോ എന്ന ചോദ്യത്തിന് ആഗ്രഹങ്ങളൊക്കെ നടന്നാൽ എത്ര നന്നായിരുന്നു എന്നായിരുന്നു PK ശ്രീമതി ടീച്ചറിൻ്റെ മറുപടി. എന്നാൽ ജനറൽ സെക്രട്ടറി ആരെന്ന് പറയാൻ ഇപ്പോൾ അധികാരമില്ല എന്ന് PK ശ്രീമതി ഓർമ്മിപ്പിച്ചു. ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുമെങ്കിൽ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആഗ്രഹങ്ങൾ പലർക്കും പല രീതിയിലുണ്ടാകും. പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ എല്ലാവരും പുറത്ത് പറയില്ലല്ലോ. ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കും, പ്രതീക്ഷകളുണ്ടാകും. പ്രതീക്ഷകൾക്കനുസരിച്ച് പലർക്കും സ്ഥാനങ്ങൾ ലഭിക്കുന്നല്ലാതെ നമുക്കൊന്നും അതിന് ആധികാരികമായി പറയാനുള്ള യാതൊരു അധികാരവുമില്ല, അതിന് അവകാശവുമില്ല. മധുരയിൽ നിന്ന് ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഈ ജനറൽ സെക്രട്ടറിയെ കുറിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടോ, അതോ ജനറൽ സെക്രട്ടറിയെ തീരുമാനിച്ചു കഴിഞ്ഞ് പുറത്ത് പറയാതിരിക്കുന്നതാണോ? SKN ജനറൽ സെക്രട്ടറി സംബന്ധിച്ച് വിവാദങ്ങളില്ല. എന്നാൽ ജനറൽ സെക്രട്ടറി ഇല്ലാതെ ആദ്യമായാണ് CPM ഒരു പാർട്ടി കോൺഗ്രസിനെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി പുതുതായി ആരാകും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അണിയറകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആകാംക്ഷ പാർട്ടിക്കകത്ത് വളരുന്നുണ്ടോ എന്ന കാര്യം ശരിയാണ്. കേന്ദ്ര കമ്മിറ്റി പുതുതായി തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി ആയിരിക്കും ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. അതാണ് CPM-ന്റെ സംഘടനാ രീതി. എന്നാൽ ജനറൽ സെക്രട്ടറി ആരാകും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച കൊഴുക്കുമ്പോൾ ഒരു വശത്ത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് MA ബേബിയുടെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത്. ബേബി ആണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ പ്രായപരിധിയിൽ സ്ഥാനമൊഴിയുന്ന മറ്റു നേതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായുള്ള ആൾ. അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കണം. പ്രത്യേകിച്ചും കേരള ഘടകത്തിൻ്റെ ഒരു നിർണായക സ്വാധീനം കൂടി കണക്കെടുക്കുമ്പോൾ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പ്രായപരിധിയിൽ ഇളവ് നൽകി ബൃന്ദ കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആയി ആക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ബൃന്ദയെ ജനറൽ സെക്രട്ടറി ആക്കുമോ, എന്താണ് ടീച്ചറുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴാണ് PK ശ്രീമതി ഇപ്പോൾ ശ്രദ്ധേയമായ ഒരു മറുപടി നൽകിയത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.